ബി.ജെ.പിയെ വെല്ലുവിളിച്ച് ശിവസേന യു.ബി.ടി നേതാവായ ഉദ്ധവ് താക്കറെ രംഗത്ത്. ബി.ജെ.പി മുസ്ലിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ ബി.ജെ.പി പതാകയിൽ നിന്നും പച്ചനിറം നീക്കം ചെയ്യണമെന്നാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി പോകുന്നുണ്ട്. എന്നാൽ വീണ്ടും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവർ വരികയാണ് എന്നാണ് ഉദ്ധവ് താക്കറെ ആരോപിക്കുന്നത്. ഉദ്ധവ് താക്കറെ ആകട്ടെ പലകുറി ബി.ജെ.പിയുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ശ്രമം പാഴായി പോവുകയാണ് ചെയ്തത്. മാത്രമല്ല ബി.ജെ.പിയെ പുകഴ്ത്തി സംസാരിക്കുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും ബി.ജെ.പിയോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ബി.ജെ.പി തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കുന്ന സമീപനമാണ് ഉണ്ടായതും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായി മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് ഉദ്ധവ് താക്കറെ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വഖഫ് ബിൽ ഭേദഗതി വിഷയം ചൂണ്ടിക്കാട്ടി മുസ്ലിം വിഷയങ്ങളെക്കുറിച്ചുള്ള ബി.ജെ.പിയുടെയും സഖ്യകക്ഷികളുടെയും സമീപകാല അഭിപ്രായങ്ങളും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളെക്കുറിച്ച് ബി.ജെ.പിയും സഖ്യകക്ഷികളും കാണിക്കുന്ന ആശങ്ക മുഹമ്മദ് അലി ജിന്നയെ പോലും നാണിപ്പിക്കും. അതുപോലെ കേന്ദ്രത്തിൽ മൂന്നാം തവണയും ബി.ജെ.പി അധികാരത്തിലെത്തി. കാര്യങ്ങളെല്ലാം നന്നായി പോവുകയും ചെയ്യുന്നു. എന്നിട്ടും അവർ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ശിവസേന യു.ബി.ടി വഖഫ് ബില്ലിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ ഉദ്ധവ് മറിച്ച് ഭൂമി പിടിച്ചെടുത്തത് വ്യവസായി സുഹൃത്തുക്കൾക്ക് കൈമാറാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമായാണ് എതിർക്കുന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. മുസ്ലിങ്ങളെ ശരിക്കും വെറുക്കുന്നുണ്ടെങ്കിൽ പാർട്ടി പതാകയിലെ പച്ചനിറം നീക്കം ചെയ്യാൻ ബി.ജെ.പി തയ്യാറാകണം. അതേസമയം വരാനിരിക്കുന്ന US തീരുവകൾ കേന്ദ്ര കൈകാര്യം ചെയ്യുന്നതിനെതിരെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. US തീരുവ ഉയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിക്കുകയും അവയുടെ ആഘാതം ലഘൂകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹം വിമർശിച്ചത്. അതേസമയം വഖഫ് ബില്ലിനെതിരെ ശിവസേന യു.ബി.ടി MP ആയ അരവിന്ദ് സാവന്ത് രംഗത്ത് വന്നിരുന്നു. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്രം ക്ഷേത്ര കമ്മിറ്റികളിൽ ഹിന്ദുക്കളല്ലാത്തവരെ അനുവദിക്കുമോ എന്ന ചോദ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബില്ലിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു സാവന്തിന്റെ വിമർശനം ഉയർന്നതും. വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമൂഹത്തിന്റെ നട്ടെല്ലാണ് എന്നും അവ കൈക്കലാക്കാനാണ് നിർദ്ദിഷ്ട വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് തൃണമൂൽ MP ആയ കല്യാൺ ബാനർജി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന്റെ മറവിൽ സർക്കാർ വഖഫ് ബോർഡുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. വഖഫ് ബോർഡുകൾക്കുള്ളിൽ തന്നെ വിവിധ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണങ്ങൾ ഭരണകക്ഷികളുടെ ദുഷ്ടലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതായും ബാനർജി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വിവിധ പ്രതിപക്ഷ പാർട്ടി MP-മാർ ബില്ലിനെ എതിർത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബില്ലിനെ DMK ശക്തമായി എതിർക്കുന്നതായും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം നിയമസഭയിൽ പ്രമേയം പാസാക്കിയതായും കനിമൊഴി MP പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.